അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്ക് നല്ലൊരവകാശം ലഭിച്ചുമിരിക്കുന്നു. ഭക്തനായ മനുഷ്യൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധി പറയുക, എനിക്ക് വീണ അളവ് നൂല് മനോഹര ദേശത്താണ്. എനിക്ക് ലഭിച്ച അവകാശം നല്ലൊരവകാശമാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ ഓഹരിയൊക്കെ ഷെയർ ചെയ്ത് തലമുറകൾക്ക് കൊടുക്കുമ്പോൾ, വീതം വെച്ച് കൊടുക്കുമ്പോൾ പലരുടെയും പരാതിയാ, എനിക്ക് വഴിയില്ലാത്തടമാണ് കിട്ടിയത്, എനിക്ക് വെള്ളമില്ലാത്തടമാണ് കിട്ടിയത്, എനിക്ക് പാറയുള്ളടമാണ് കിട്ടിയത്, ഇന്നാർക്ക് നല്ലത് കൊടുത്തു, ഇന്നാർക്കൊക്കെ നല്ലതാണ് കൊടുത്തത്, എനിക്ക് അത്ര നല്ലതൊന്നും അല്ല കിട്ടിയതെന്ന് പലരും പരാതി പറയുമ്പോൾ, പരാതി പറയുവാൻ ഇടയില്ലാതെ വേണം നല്ലത് തരാൻ കഴിയുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ. അത് നമ്മുടെ അപ്പനാ, സ്വർഗത്തിലെ അപ്പനാ. പ്രൈസലോ. ആ അപ്പൻ തരുന്നതെല്ലാം നല്ലതാ. നല്ലതല്ലാത്തതൊന്നും സ്വർഗത്തിലെ അപ്പൻ നമുക്ക് തരത്തില്ല. ആ ദൈവം തരുന്നതെല്ലാം നല്ലതാ. സ്വത്രം. അത് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ സങ്കീർത്തനക്കാരൻ പറയുകയാ, എനിക്ക് വീണ അളവൊന്നുമില്ല, എനിക്ക് മറ്റാരുടെ അറിയത്തില്ല. എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് ലഭിച്ചത് മനോഹര ദേശമാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടേത് നോക്കും, നമ്മുടേത് പലപ്പോഴും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഇന്നാർക്കൊക്കെ ഇന്നതൊക്കെ ലഭിച്ചല്ലോ, ഇന്ന നിലയിലാണല്ലോ. എന്നാൽ നമുക്ക് ലഭിച്ചത്, നമ്മൾ രക്ഷിക്കപ്പെട്ട നാള് മുതൽ ഇന്ന് വരെ പുറകോട്ടൊന്ന് ഇറങ്ങി ചിന്തിച്ച് എത്രയെത്ര അനുഗ്രഹങ്ങൾ, എത്രയെത്ര അത്ഭുതങ്ങൾ, എത്രയെത്ര വിടുതലുകൾ, എത്രയെത്ര ഉയർച്ചകൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. വേറെ ആരുമായിട്ടും കമ്പയർ ചെയ്യാനല്ല, നമുക്ക് തന്നതോർത്ത് ഇന്ന് പകൽ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ എത്ര പേർക്ക് കഴിയും? പ്രൈസലോ. ലഭിച്ചതിന് നന്ദി പറയുവാൻ കഴിയുന്നവർക്ക് ഇന്ന് പകൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാനിടയാകട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുക. നമ്മുടെ അപ്പൻ നമുക്ക് തരുന്നത് ഏറ്റവും മനോഹരമാണ്. അത് ഈ ലോകത്തിലെ നന്മ മാത്രമല്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തു പറയുക, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഓഹരി, ഏറ്റവും വലിയ അവകാശം, അത് എൻ്റെ യേശു ഇരിക്കുന്ന ഇടത്ത് ഇരിക്കാൻ കഴിയുക എന്നുള്ളതാ. എത്ര പേർക്ക് അതിന് താല്പര്യമുണ്ട്? ഈ ലോകത്തിലെ ചില സൗഖ്യത്തിനോ വിടുതലിനോ അപ്പുറം, ചില ഉയർച്ചയ്ക്കപ്പുറം, നല്ല ജോലിക്കപ്പുറം, നല്ല ഭാവിക്കപ്പുറത്ത്, നല്ല വീടിനും നല്ല കാറിനും അപ്പുറത്ത് എൻ്റെ യേശു അപ്പച്ചൻ ഇരിക്കുന്ന ഇടത്ത് എനിക്കും ഒന്ന് ഇരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ദൈവത്തിനൊരു മഹത്വം കൊടുത്താട്ട്. സ്വത്രം. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട, 5-ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നവരെ അച്ഛനോടൊപ്പം അൾത്താരെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന, 91-ൽ ജോലിയോടുള്ള ബന്ധത്തിൽ ഹോസ്പിറ്റലിൽ എക്സ്റേ ടെക്നീഷ്യനായി ജോലിയോടുള്ള ബന്ധത്തിൽ ഗുജറാത്തിൽ പോയ, അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ടു. 97-ൽ രക്ഷിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് പെന്തക്കോസിൻ്റെ വലിയ പാരമ്പര്യമൊന്നും പറയാൻ എനിക്കില്ല. എൻ്റെ അപ്പം പെന്തക്കോസുകാരനല്ല, അമ്മ പെന്തക്കോസുകാരല്ലായിരുന്നു, എൻ്റെ കുടുംബത്തിൽ ആരും പെന്തക്കോസുകാരല്ലായിരുന്നു. ഒരു കാര്യം, ദൈവസഭയെക്കുറിച്ച്, പെന്തക്കോസ് സഭയെക്കുറിച്ച് ഞാൻ പഠിച്ചൊരു കാര്യം, ആലയം പ്രാർത്ഥിക്കാനുള്ളതല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആലയത്തിൽ പ്രാർത്ഥനയുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ആലയത്തിൻ്റെ ദൈവം ആലയം സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം പ്രാർത്ഥിക്കുകയല്ല, വിടുതൽ പ്രാപിക്കുകയല്ല, സൗഖ്യമാകുകയല്ല, ഉദ്ധാരണം പ്രാപിക്കുകയല്ല. പിന്നെ ആലയത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്, ഞാൻ
അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് അവരെനിക്കൊരാലയം ഉണ്ടാക്കണം. ആലയത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം ദൈവത്തിന് വസിക്കുക എന്നുള്ളതാ. സ്തോത്രം. ദൈവം ഇതിനകത്തുണ്ടെങ്കിൽ പ്രാർത്ഥന പ്രയോജനമുള്ളതാ. ദൈവം ഇതിനകത്തുണ്ടെങ്കിൽ ആരാധന പ്രയോജനമുള്ളതാ. ദൈവം ഇതിനകത്തുണ്ടെങ്കിൽ ഉപവാസം പ്രയോജനമുള്ളതാ. ദൈവം ഇതിനകത്തില്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ട് പ്രയോജനമില്ല, ആരാധന കൊണ്ട് പ്രയോജനമില്ല, ഉപവാസം കൊണ്ട് പ്രയോജനമില്ല. എൻ്റെ യേശു ഇതിനകത്ത് വരണം. ഒരു ഇളക്കപ്പെരുപ്പമല്ല ആരാധന, ശബ്ദകോലാഹലമല്ല ആരാധന. എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവും കൂടെ സംയോജിക്കുമ്പോൾ വെളിപ്പെട്ടു വരുന്നത് ആരാധന. ആരാധനയ്ക്ക് തടസ്സമായിരുന്ന എല്ലാ ജഡത്തിന്റെ പോരുകളും ദൈവ സാന്നിധ്യം വെളിപ്പെടുന്ന തടസ്സമായി വെളിപ്പെടുന്ന എല്ലാ ജഡത്തിന്റെ ചിന്തകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് ഈ സമയം തകർന്നു മാറട്ടെ. യേശുവിന്റെ രക്തത്താൽ ഇന്ന് പകൽ ജയമെടുക്കുക. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കൂടെ ഉണ്ട്. അത് ഞാൻ എൻ്റെ സഭയിൽ എപ്പോഴും പറയാറുണ്ട്. സഭയുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കത്തില്ല കേട്ടോ. ചെല്ലക്കാട് സഭയുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കത്തില്ല. ചേത്തയ്ക്ക സഭയുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കത്തില്ല. ദൈവം പ്രസാദിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ ആരാധനയിലാണ്. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ വിളിച്ചു പറയുക, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. ജീവനുള്ള വിശുദ്ധിയുള്ള ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി ആര് തൻ്റെ ശരീരത്തെ സമർപ്പിച്ചു കൊടുക്കുന്നു, ഏൽപ്പിച്ചു കൊടുക്കുന്നു, ആ വ്യക്തിയുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കാനിടയാകും. യേശുവിന്റെ രക്തത്താലും വചനത്താലും ഇന്ന് പകൽ ഞങ്ങൾ ജയമെടുത്തിയ പ്രാർത്ഥിക്കുക കർത്താവേ. ആരാധനയിൽ ദൈവപ്രസാദം വെളിപ്പെടാതെ വേണ്ട ആമേ ശരീരത്തെ മനസ്സിനെ ബലഹീനപ്പെടുത്തുന്ന ചിന്തകളിട്ട് ബലഹീനപ്പെടുത്തുന്ന എല്ലാ അനുഭവങ്ങളുടെ മേലും ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾക്കൊരു ജയം കൽപ്പിക്കണമേ കർത്താവേ. ഇന്ന് പകലിൽ ഉറപ്പോടെ എത്ര പേർക്ക് പറയാൻ കഴിയും, ഇന്ന് ഞാൻ ഈ ആലയത്തിൽ വന്നിരിക്കുന്ന ദൈവത്തിൽ പ്രസാദമാണ്. ഇന്ന് ഞാൻ എൻ്റെ വാ തുറന്നൊരു സ്തോത്രം പറഞ്ഞാൽ അത് ദൈവത്തിന് പ്രസാദമാണെന്ന് ഉറപ്പോടെ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് ആരാധനയ്ക്ക് വരാനേ എത്ര സമയം ഒരുങ്ങിയിട്ടുണ്ട്. പല്ല് തേച്ച് കുളിച്ച് ആ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് ഡ്രസ്സ് ഇട്ട് പിന്നെ ക്രീമോ പൗഡറോ ഒക്കെ ഇട്ട് ഒന്ന് ഒരുങ്ങാൻ എത്ര സമയം എടുത്തു? ഇന്ന് അവരവരൊന്ന് ചിന്തിച്ചാൽ മതി. എന്നാൽ അത്ര സമയം കർത്താവേ ഇന്നത്തെ എൻ്റെ ആരാധനയിൽ അങ്ങൊന്ന് പ്രസാദിക്കണേ എന്ന് പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? സ്തോത്രം. ശരീരത്തിനൊരു ഞാൻ എൻ്റെ സഭയിൽ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഒരു കോട്ടേജ് മീറ്റിംഗ് ഒക്കെ നമ്മുടെ വീട്ടിൽ വെക്കുമ്പോൾ നമ്മുടെ വലിയ ആഗ്രഹമാണ് എല്ലാവരും വരണം, സഭയിലെ എല്ലാവരും വരണം. എൻ്റെ ആഗ്രഹമാണ്. ആള് കുറഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു പ്രയാസമാണ്. ആൾ നല്ലതായിട്ട് ആളുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. വല്ല ഗുണവും അതുകൊണ്ടുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഗുണവും ഇല്ല. ഗുണം വരണതിൽ എന്തോ വേണം? ആൾ കുറഞ്ഞാലും ശരി കൂടിയാലും ശരി യേശു എൻ്റെ ഭവനത്തിനകത്ത് ആ കൂട്ടായ്മ വരണം.
യേശു എൻ്റെ കൂട്ടായ്മയ്ക്കകത്ത് വന്നാൽ, എൻ്റെ ഭവനത്തിനകത്ത് വന്നാൽ, ആള് കുറഞ്ഞാലും വിഷയമില്ല, കൂടിയാലും വിഷയമില്ല. ആമേൻ. യേശു ഉണ്ടോ, അവൻ ചിലതൊക്കെ ചെയ്യാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഞാനെൻ്റെ സഭയിൽ പറയാറുണ്ട്, ആള് വരാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, യേശു വരാൻ പ്രാർത്ഥിക്കണം. യേശുവിനെ 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ, കുടുംബ പ്രാർത്ഥനയിൽ, ആമേ സഭയുടെ പ്രാർത്ഥനയിൽ വെളിപ്പെട്ട് വരുമ്പോൾ അവിടെ ചില അത്ഭുതങ്ങൾ നടക്കുവാനിടയാകും, അവിടെ ചില വിടുതൽ നടക്കുവാനിടയാകും, അവിടെ ചില ഒരുക്കങ്ങൾ നടക്കുവാനിടയാകും. ഞാൻ ഓർപ്പിച്ചല്ലോ, സഭയെക്കുറിച്ചുള്ള ഒന്നാമത്തെ ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവത്തിന് ഇറങ്ങി വസിക്കുക. രണ്ടാമത്തെ സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം, ഉദ്ദേശം എന്ന് പറയുന്നത് തനിക്ക് ഒരു മണവാട്ടിയെ ഒരുക്കിയെടുക്കുക. ഈ ദൈവസഭ ക്രിസ്തുവിന് മണവാട്ടിയെ ഒരുക്കുന്ന ഒരിടമാണ്. സ്തോത്രം. ഇതിനകത്ത് മണവാട്ടിയെ ഒരുക്കുമ്പോൾ ശ്രദ്ധിച്ചോ, ഒരു കുളിപ്പീരുണ്ട്, ഒന്ന് നഖം വെട്ടു, മുടി ചീവും, നല്ല ഡ്രസ്സ് തേക്കും ഇടും. അതുപോലെ ആത്മീയമായ ചില ഒരുക്കങ്ങൾ ദൈവസഭയ്ക്കകത്ത് നടക്കണം. നമ്മുടെ അരിമ മണവാളൻ്റെ വരവാസനമായി, കാഹളം ധ്വനിക്കാറായി, ലോക സംഭവങ്ങൾ അത് വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ യേശു ഇരിക്കുന്ന ഇടത്ത് എന്നെയും കൊണ്ടുചെന്നിരുത്തുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കുമുള്ള ഭവനം അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാ. ആ ഭവനം അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്നാ നമ്മുടെ വിളി വരുന്നതെന്ന് അറിയത്തില്ല. ആ വിളി വരുമ്പോൾ ഒരുക്കമുള്ളവരായി അവിടെ ചെന്നിരിക്കുവാൻ തക്കവണ്ണം, കർത്താവിൻ്റെ മണവാട്ടിയായി എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഒരു ഒരുക്കമുള്ളവരായിരിക്കട്ടെ. സ്തോത്രം. ദൈവസഭ എന്ന് പറയുന്നത് ക്രിസ്തുവിനൊരു മണവാട്ടിയെ ഒരുക്കുന്ന ഇടമാണ്. സ്തോത്രം. അഹസ്വേരോശ് രാജാവിന് എസ്തറിനെ കണ്ടിട്ട് അങ്ങ് ബോധിച്ചു, ഇഷ്ടപ്പെട്ടു. എന്നാൽ പിന്നെ നാളെ രാവിലെ കല്യാണമെന്ന് പറഞ്ഞില്ല. ആ കന്യകയെ കണ്ടിട്ട് എസ്തർ രാജാവിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു, അവന് ബോധിച്ചു. അടുത്ത നല്ല ഒരു ദിവസം നോക്കി കല്യാണം നടത്താൻ തീരുമാനിച്ചില്ല. അടുത്തത് അവളുടെ ശുദ്ധീകരണത്തിന് വേണ്ടി 12 മാസക്കാലം അവളെ വേർതിരിച്ചിരുത്തി. മൂറ് കൊണ്ടും സുഗന്ധവർഗം കൊണ്ടും അവളെ 12 മാസക്കാലം ശുദ്ധീകരിച്ചതിന് ശേഷമാണ് അഹസ്വേരോശിന്റെ പത്നിയായി അവളെ സ്വീകരിപ്പാൻ ഇടയായതെങ്കിൽ യേശു ക്രിസ്തുവിന് എന്നെയും നിങ്ങളെയും കണ്ട് ബോധിച്ചതാ. യേശു കർത്താവിന് നമ്മളെ കണ്ട് ബോധിച്ചതാ. അവൻ നമ്മളെ തിരഞ്ഞെടുത്തതാ. ഹേഗായിയുടെ വിചാരണയിൽ ഒരു എസ്തേറിനെ 12 മാസക്കാല ശുദ്ധീകരണത്തിന് ഏൽപ്പിച്ചതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരത്തിൽ എമ്മെ ഏൽപ്പിച്ചിരിക്കുക ഒരു ശുദ്ധീകരണത്തിനായി. യേശുവിന്റെ മണവാട്ടിയാകുവാൻ, യേശുവിന്റെ മണവാട്ടിയാകുവാൻ 10,000ങ്ങളിൽ സുന്ദരനായ, 10,000ങ്ങളിൽ ശ്രേഷ്ഠനായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയാകുവാൻ ആമേ പരിശുദ്ധാത്മാവിന്റെ കൈക്കീഴിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ഇന്ന് പകലിൽ അവനോട് വിഘടിക്കാതെ, പരിശുദ്ധാത്മാവിനോട് വിഘടിക്കാതെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാതെ, പരിശുദ്ധാത്മാവിനോട് അനുസരണക്കേട് കാണിക്കാതെ, പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട ഒരുങ്ങുവാൻ ഇടയായി തീരുമെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ച വിശുദ്ധന്മാർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുമ്പോൾ ഞാനും നിങ്ങളും ആ കൂട്ടത്തിൽ കാണപ്പെടത്തക്കവണ്ണം അധികാരം യേശുവിന്റെ നാമത്തില് ആത്മീയ കാഴ്ചപ്പാടുകളെ ഇല്ലാതെ ചെയ്യുന്ന, ആത്മീയ ദർശനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന എല്ലാ പോരുകളുടെ മേൽ, എല്ലാ ചിന്തകളുടെ മേൽ ഇന്ന് മകൾ ജയം പ്രാപിക്കുവോ. അസുരാധികാര ഘടകസ്യ അധുന ദിഗൽഖന ദിഗാന നീ ബാ 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 ബാ. യെസ്, കൃപ 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 കൃപ.
പരിശുദ്ധന് നന്ദി പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്തു ചെയ്യും? എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സ്തോത്രം. ആ കർത്താവ് വരുമ്പോ നമുക്ക് പോകണ്ടേ? അവൻ്റെ സന്നിധി ചെല്ലണ്ടേ? കൈവിടപ്പെട്ടു പോയി എന്ന് വരാതിരിക്കേണ്ടതിന്, തള്ളപ്പെട്ടു പോയി എന്ന് വരാതിരിക്കേണ്ടതിന് നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. നമുക്കൊരു വേദവാക്യം വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 9, 10 വേദഭാഗങ്ങൾ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വേദഭാഗങ്ങളാണ് വായിക്കുന്നത്. എബ്രായർ 11:9, 10 ഒരാൾ വായിച്ചാട്ടെ. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത്, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത്, അവൻ ആര്? അബ്രഹാം. അവൻ വാഗ്ദത്ത ദേശത്ത്, ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന്, ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന്, വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. മതി. അപ്പോ അബ്രഹാം ഇപ്പൊ എവിടെയാ പാർക്കുന്നത്? വാഗ്ദത്ത ദേശത്താ. ദൈവം കൊടുത്ത അവകാശത്തിന്മേലാ, ദൈവം കൊടുത്ത നന്മയിലാ പാർക്കുന്നത്. ആമേ, നമ്മളെല്ലാവരും ദൈവം നൽകിയ നന്മയ്ക്കകത്ത് പാർക്കുന്നവരാ. സ്തോത്രം. നമ്മുടെ ഈ ജീവിതം ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്നതിന് തുല്യമാണ്. കാശ് കുറവുള്ളവൻ റെന്റ് കുറവുള്ളൊരു ചെറിയ ഹോട്ടലിനകത്ത്, ഇച്ചിരി കൂടെ കാശുള്ള ഒരാൾ ഇച്ചിരി കൂടെ റെന്റ് കൊടുത്ത് ഇച്ചിരി കൂടെ ഫെസിലിറ്റി ഉള്ള നല്ല കാശുള്ള ആൾ നല്ല ഡീലക്സ് റൂമൊക്കെ എടുത്ത്, ഓരോ റൂമിനും അതിൻ്റേതായ ഫെസിലിറ്റി ഉണ്ട്. 800 രൂപ ദിവസ വാടകയുള്ളതിന് അതിൻ്റെ ഫെസിലിറ്റി, 1200 അതിൻ്റെ ഫെസിലിറ്റി, 2000 അതിൻ്റെ ഫെസിലിറ്റി. അങ്ങനെ റേറ്റ് കൂടുന്നതിനനുസരിച്ച് ഫെസിലിറ്റി കൂടും. നമ്മൾ എത്ര ദിവസം എടുക്കുന്നു അത്രയും ദിവസത്തെ വാടക എവിടെ കൊടുക്കണം. ഇപ്പം ഞാനൊരു 25,000 രൂപയുടെ റൂം എടുത്ത് താമസിച്ചെന്ന് വിചാരിച്ചു. അതിനകത്ത് TV ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, വേണ്ടുന്ന സെറ്റപ്പൊക്കെ അതിനകത്ത്. റൂം വെക്കേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഒന്നുപോലും എടുത്തുകൊണ്ട് പോകാൻ. അപ്പം ഞാൻ പറയും 25,000 രൂപ തന്നേ ചൊല്ലിയോ താമസിച്ചത്, ഇത്രയും നാൾ ഞാൻ ഇത് ഉപയോഗിച്ചതല്ലയോ, അതുകൊണ്ട് ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാലൊന്നും. അതുപോലെ നമ്മുടെ സാമ്പത്തികമനുസരിച്ച് ചെറുതും വലുതും ഇടത്തരവും വലുതും ഒക്കെ ആയ വീടുകളിൽ നമ്മൾ താമസിക്കും. നമ്മുടെ സാമ്പത്തികമനുസരിച്ച് നമ്മുടെ വീട്ടിൽ ഒത്തിരി ഉപകരണങ്ങളുണ്ടാകും, അതെല്ലാം നമ്മൾ ഉപയോഗിക്കും. പക്ഷെ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ കഴിയത്തില്ല. സകലവും ഇവിടെ ഇട്ടേച്ച് പോകണം, സകലവും ഇവിടെ ഇട്ടിട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ ഒരു ഹോട്ടലിലെ താമസം പോലെയുള്ളൂ നമ്മുടെ ഈ ഭൂമിയിലെ താമസം. നമ്മുടേതെന്ന് പറയാൻ ഒന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞു, ഈ മൊബൈൽ ഇതെൻ്റേതാ, ഈ കണ്ണാടി എൻ്റേതാ, ഞാൻ ഇട്ട ഡ്രസ്സ് എൻ്റേതാ. പക്ഷെ ഞാൻ മരിച്ചു കഴിയുമ്പോൾ ആരേലും ഒരു ഡ്രസ്സ് ഇടിയിച്ചാൽ അതും കൊണ്ട് പോകാം. ഈ മൊബൈലൊന്നും തന്നു വിടത്തില്ല. ഇതിനകത്ത് എൻ്റെ ഒത്തിരി ഫോട്ടോയുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, ഒത്തിരി കോണ്ടാക്ട്സ് ഇതിനകത്തുണ്ട്. ഇതൊന്നും തന്നു വിടത്തില്ല. ഓർത്തോണം, പാട്ടുകാരൻ പാടി, നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ. നഗ്നനായി ഞാൻ ലോകത്തിൽ പോകുമേ.
കൂടുന്നു കൊണ്ടുവാ ലോകത്തിൽ ഈ ലോകത്തിൽ നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ഉള്ളതിലൊന്നും പ്രശംസിപ്പാനും പുകഴുവാനും നമുക്കില്ല. അബ്രഹാം വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും ഒപ്പം ദൈവം കൊടുത്ത ദേശത്ത് ദൈവം കൊടുത്ത നന്മയിൽ അവർ പാർക്കുമ്പോൾ തന്നെ അവര് ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള ആ നഗരത്തിനായി കാത്തിരുന്നു. ഇന്ന് പകലിൽ ഈ മെസ്സേജ് കേൾക്കുന്ന ദൈവജനത്തോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ഇവിടെ നമുക്കുണ്ടെന്ന് തോന്നുന്ന സകല നന്മയും അനുഭവിക്കുമ്പോൾ തന്നെ, സകല സുഖ സൗകര്യങ്ങളും അനുഭവിക്കുമ്പോൾ തന്നെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ നല്ല ഭവനത്തിനായി, ആ നിത്യഭവനത്തിനായി ആഗ്രഹത്തോടെ വാഞ്ചയോടെ ഒരുങ്ങി കാത്തിരി ഇടയായി തീരണം. ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 6 തൊട്ട് ഉള്ള ചില വാക്യങ്ങളൊന്ന് വായിച്ചേ. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 6 മുതൽ. അനന്തരം യഹൂദാ മക്കൾ ഗിൽഗാലിൽ യോശുവയുടെ അടുക്കൽ വന്നു. കെനിസ്യനായ യെഫുന്നയുടെ മകൻ കാലേബ് അവനോട് പറഞ്ഞത്, യഹോവ എന്നെയും നിന്നെയും കുറിച്ച് ദൈവപുരുഷനായ മോശയോട് കാദേശ് ബെർണയയിൽ വെച്ച് പറഞ്ഞ കാര്യം നീ അറിയുന്നുവല്ലോ. കാലേബ് യോശുവയോട് പറയുക, മോശ ഒരു കാര്യം എന്നെയും നിന്നെയും കുറിച്ച് പറഞ്ഞായിരുന്നു, അത് നീ അറിയുന്നുണ്ടല്ലോ. അടുത്തത്, യഹോവയുടെ ദാസനായ മോശെ കാദേശ് ബെർണയയിൽ നിന്ന് ദേശത്തെ ഉറ്റുനോക്കുവാൻ എന്നെ അയച്ചപ്പോൾ എനിക്ക് 40 വയസ്സായിരുന്നു. ഞാൻ വന്ന് എൻ്റെ മനോബോധപ്രകാരം അവനോട് മറുപടി പറഞ്ഞു. എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി. ഞാനോ എൻ്റെ ദൈവമായ ഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. നീ എൻ്റെ ദൈവമായ ഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാൽ വെച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്ന് മോശെ അന്ന് സത്യം ചെയ്തു പറഞ്ഞു. ഒന്ന് ശ്രദ്ധിച്ചേ, ചില അവകാശങ്ങൾ പ്രാപിക്കണമെങ്കിൽ ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിൽക്കണം. പ്രൈസലോ. ദേശം ഒറ്റുനോക്കാൻ പോയപ്പോ 10 പേര് വന്നേച്ച് ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി. അവര് പറഞ്ഞു, ദേശം നല്ലതാ, നല്ല വിളവുണ്ട്, നല്ല ഫലഭൂയിഷ്ടമാ, പക്ഷേ അവിടുത്തെ ജനം മല്ലന്മാരാ. അവരുടെ മുമ്പിൽ നമ്മൾ വെട്ടുക്കിളികളെ പോലെയാ. അതുകൊണ്ട് നമ്മളും നമ്മുടെ ഭാര്യമാരും പിള്ളേരും എന്ത് ചെയ്യും? കൊള്ളയായി പോകുമെന്ന് പറഞ്ഞ് ജനത്തിന്റെ ഹൃദയത്തെ ഉരുക്കിയപ്പോൾ ആമേ കാലേബ് പറഞ്ഞു, അവര് പറഞ്ഞത് ഒക്കെ ശരി, ആദ്യ ഭാഗമൊക്കെ ശരിയാ, പക്ഷെ അവസാനത്തൊരു തിരുത്തുണ്ട്. യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ. സ്തോത്രം. അവര് മല്ലന്മാരാന്നുള്ളത് ശരിയാ. ആമേ, നമ്മൾ വെട്ടിക്കിളികളെ പോലെയാണെന്ന് ശരിയാ, പക്ഷേ ഒരു കാര്യമുണ്ട്, എൻ്റെ ശക്തിയാലല്ല, എൻ്റെ ബലത്താലല്ല, എൻ്റെ യേശുവിൻ്റെ ശക്തിയാൽ, യേശുവിൻ്റെ ബലത്താൽ യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാം അതിനെ കൈവശമാക്കും. ഇന്ന് പകലിൽ എത്ര പേർക്ക് പറയാൻ കഴിയോ, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ നന്മയെ ശത്രു അപഹരിക്കത്തില്ല, എൻ്റെ സന്തോഷത്തെ ദുഷ്ടൻ അപഹരിക്കത്തില്ല. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ എൻ്റെ ആരോഗ്യത്തെ ദുഷ്ടൻ അപഹരിക്കത്തില്ല, എൻ്റെ ആയുസ്സിന്റെ മധ്യത്തിൽ ദുഷ്ടൻ എന്നെ എടുത്തു കളയത്തില്ലെന്ന് ഇന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ആയുസ്സിന്റെ മധ്യത്തിൽ എടുത്തു കളയുവാൻ തക്കവണ്ണ ശത്രുവാദഗതികൾ ഒരുക്കുമ്പോൾ, നീ അനുഭവിക്കുന്ന നന്മയെ തകർക്കുവാൻ ദുഷ്ടൻ വാദിക്കുമ്പോൾ, ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നീ യഹോവയിൽ പൂർണ്ണമായി പറ്റി നിൽക്ക്. ശത്രു എത്ര ശക്തനായിക്കൊള്ളട്ടെ, പ്രതിസന്ധി എത്ര വലുതാകട്ടെ, പ്രതികൂലം എത്ര ശക്തമാകട്ടെ, യേശുവിന്റെ സാന്നിധ്യം
യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് യഹോവയിലുള്ള ആശ്രയം പൂർണ്ണമായിരിക്കണം. അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ വിശ്വാസം വർദ്ധിക്കുകയും പ്രതികൂല സാഹചര്യത്തിൽ വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുന്നതല്ല. അനുകൂലത്തിലും പ്രതികൂലത്തിലും ക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിക്കണം. എന്താ വിശ്വാസം? ആശിക്കുന്നതിന് ഉറപ്പൊക്കെയാ. നമ്മുടെ വിശ്വാസം എന്തുവാ? ദൈവം എന്നെ സൗഖ്യമാക്കും, ദൈവം എൻ്റെ ആവശ്യങ്ങളിൽ പ്രവർത്തിക്കും, നമ്മുടെ വിശ്വാസമാണ്. പക്ഷെ എൻ്റെ വിശ്വാസം അങ്ങനല്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു വിശ്വാസവും ഇല്ല. അങ്ങനെ വിശ്വാസത്തിൽ എനിക്ക് താല്പര്യവും ഇല്ല. എൻ്റെ വിശ്വാസം എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കുവാൻ ശക്തനാ. എന്നാൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ പറഞ്ഞതിനോടാണ് എനിക്ക് താല്പര്യം. അവൻ എന്നെ സൗഖ്യമാക്കിയാലും ഇല്ലെങ്കിലും, അവൻ എന്നെ വിടിവിച്ചാലും വിടിവിച്ചില്ലേലും, അവൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നാലും മറുപടി തന്നില്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെ വിട്ടുമാറത്തില്ല. കാര്യസാധ്യത്തിന് വേണ്ടി അല്ല ദൈവസന്നിധിയിൽ വരേണ്ടത്. കാര്യസാധ്യത്തിന് വേണ്ടി അല്ല നീ പ്രാർത്ഥിക്കേണ്ടത്. കാര്യസാധ്യത്തിന് വേണ്ടി അല്ല നീ ഉപവസിക്കേണ്ടത്. കാര്യസാധ്യത്തിന് വേണ്ടി അല്ല നീ ദൈവത്തെ ആരാധിക്കേണ്ടത്. നിന്റെ ദൈവം നിന്നെ രക്ഷിച്ചത് കൊണ്ട്, നിന്നെ വീണ്ടെടുത്തത് കൊണ്ട്, നിന്റെ ആത്മാവിന്റെ നിത്യജീവനെ പകരുന്നത് കൊണ്ട് നീ യേശുവിനെ ആരാധിപ്പാനിടയാകണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കാര്യം സാധിപ്പിച്ച് തരുന്നത് കൊണ്ടല്ല. യേശു കർത്താവ് പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. അത് എൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ഒരു ആവശ്യമാണ്. എന്നാൽ അടുത്ത വാചകം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. ഇന്ന് പകലിൽ എത്ര പേർക്ക് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും? നമ്മുടെ ഇഷ്ടത്തിനപ്പുറത്ത് ദൈവത്തിൻ്റെ ഇഷ്ടം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ തലമുറയോടുള്ള ബന്ധത്തിൽ, എൻ്റെ സഭയോടുള്ള ബന്ധത്തിൽ അങ്ങയുടെ ഇഷ്ടം മാത്രമൊന്ന് നടക്കണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? അവൻ തിന്മയാൽ പരീക്ഷിക്കുന്ന ഒരു ദൈവമല്ല കേട്ടോ. അവൻ്റെ നിരൂപണങ്ങൾ, എൻ്റെ ദൈവത്തിൻ്റെ നിരൂപണങ്ങൾ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ചിന്തകൾ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ പ്രവാചകനിലൂടെ ദൈവാത്മാവ് പറഞ്ഞു, അത് തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ടത്രേ ആകുന്നു. ദൈവഹിതത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ട് തന്നെ സ്വർഗം നമ്മളെ നിർക്കും. സ്തോത്രം. ഞങ്ങൾ 2001 തൊട്ട് 2006 വരെ ബോംബെയിൽ ശുശ്രൂഷിച്ചേ. അനുഗ്രഹിക്കപ്പെട്ട ഒത്തിരി കുടുംബങ്ങളുള്ള സഭയിൽ ശുശ്രൂഷിച്ചേ. പക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് അവിടെ വെച്ചൊരു അസുഖം ഉണ്ടായി. ലിവറിന് ഇൻഫെക്ഷനായി, ലിവർ പഴുത്തു. ഒത്തിരി മാസങ്ങൾ കഴിഞ്ഞിട്ടാ അസുഖം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. രാത്രിയിൽ ഉറങ്ങാതെ കൈയുടെ വെള്ളയും കാലിൻ്റെ വെള്ളയും മുഴുവൻ തിരുമി ചൂട് പിടിപ്പിച്ച മാസങ്ങളുണ്ട്. ഞങ്ങൾ ബോംബെയിൽ നിന്ന് ശുശ്രൂഷ അവസാനിപ്പിച്ച് മടങ്ങി വരുമ്പോൾ ഡെഡ് ബോഡിയിൽ ഉടുപ്പിക്കാനുള്ള വെള്ള ഡ്രസ്സുമായിട്ടാണ് ഞങ്ങൾ ബോംബെയിൽ നിന്ന് വരുന്നത്. പ്രതീക്ഷ നഷ്ടപ്പെട്ട് മരണത്തെ മുമ്പിൽ കണ്ട് അവിടുത്തെ ശുശ്രൂഷ അവസാനിപ്പിച്ച് വരുമ്പോൾ ഡെഡ് ബോഡിയിൽ ഉടുപ്പിക്കാനുള്ള ഡ്രസ്സും കൊണ്ടാവുന്നേ. 2006 കഴിഞ്ഞു, ഇന്ന് 2024 പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അപ്പൻ അസാധ്യമൊന്നുമില്ല, നമ്മുടെ അപ്പൻ അസാധ്യമൊന്നുമില്ല. അവൻ്റെ വാഗ്ദത്തങ്ങളിൽ ഒന്നുപോലും നിറവേറാതിരിക്കത്തില്ല. ഇന്നും ഒത്തിരി പ്രയാസങ്ങളുണ്ട്, ഇന്നും ഒത്തിരി ഭാരങ്ങളുണ്ട്. പക്ഷെ ഒരു ഉറപ്പെനിക്കുണ്ട്, വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെടാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടത്തില്ല. ഇന്ന് പകലിൽ വിശ്വസിച്ചു, ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ടോ അത് നിവർത്തീകരിക്കപ്പെടാതെ ശത്രുവിന് നിന്നെ നശിപ്പിക്കാൻ തൊടാൻ കഴിയത്തില്ല. ഈ ലോകത്തിൽ നിന്റെ ആയുസ് നഷ്ടപ്പെടുന്നതിന് മുമ്പേ, ഈ ലോകത്തിലെ നിന്റെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പേ ദൈവം എന്ന വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തീകരിക്കപ്പെടും. വിശ്വസിച്ചാൽ
നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അസാധ്യങ്ങളുടെ നടുവിൽ വിശ്വസിക്കണം, പ്രശ്നങ്ങളുടെ നടുവിൽ വിശ്വസിക്കണം, പ്രതികൂലത്തിൻ്റെ നടുവിൽ വിശ്വസിക്കണം. ദൈവം ചിലതൊക്കെ ചെയ്യും. സ്വത്രം. കാലേബ് പറയുക, യോശുവോട് പറയുക, നിനക്കറിയാമല്ലോ അന്ന് മോശ പറഞ്ഞായിരുന്നു. നിങ്ങളെല്ലാം അറിയാവുന്ന ഭാഗമായതുകൊണ്ട് ഞാനത് പിന്നെ വായിപ്പിക്കുന്നില്ല. ആയിട്ട് വായിക്കുമ്പോൾ പറയുക, ഞാൻ കാല് ചവിട്ടിയ ഹെബ്രോൻ മല, ആ ദേശം എനിക്ക് തരാമെന്ന് അന്നൊന്ന് പറഞ്ഞായിരുന്നു. എന്നാ പറഞ്ഞേ? 45 വർഷം മുമ്പ് പറഞ്ഞതാ. എന്നിട്ട് കാലേബ് പറയുക, നിങ്ങൾ വീട്ടിൽ ചെന്ന് ആ ഭാഗം വായിച്ചാൽ മതി. കാലേബ് പറയുക, എനിക്ക് മോശ എന്നോട് സംസാരിച്ച നാളിലെ പോലെ ഇന്നും ബലമുണ്ട്. 40-ാമത്തെ വയസ്സിലുണ്ടായിരുന്ന ബലം 85-ാമത്തെ വയസ്സിലുണ്ടെന്ന്. എന്നിട്ട് എന്നോട് തരാമെന്ന് പറഞ്ഞ ദേശം, സ്തോത്രം, സുഖമായി കീഴടക്കാൻ കഴിയുന്ന ഒരു ദേശമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാലേബ് പറയുക, സുഖമായിട്ട് ഈസിയായി കീഴടക്കാൻ പറ്റുന്നൊരു ദേശമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അവിടെ അനാഖ്യ മല്ലന്മാരുണ്ട്, അവിടെ മല്ലന്മാരുണ്ട്. എന്നാൽ യഹോവ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാനത് കൈവശമാക്കും. ഇന്ന് പകലിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, രക്ഷിക്കപ്പെട്ട നാളിലെ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഇന്നും ഉണ്ട്. അഭിഷേകം പ്രാപിച്ച നാളിലെ ആത്മബലം ഇന്നും എൻ്റെ ജീവിതത്തിലുണ്ട്. കാലേബ് പറഞ്ഞതുപോലെ എത്ര പേർക്ക് പറയാൻ കഴിയോ, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പ്രാപിച്ച ആത്മാവിൻ്റെ അഭിഷേക വിശ്വാസത്തിൻ്റെ ആഴം ഒട്ടും കുറയാതെ ഇന്ന് പകലും ഞാൻ സൂക്ഷിക്കുന്നുണ്ടെന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ആത്മാവിൻ്റെ ബലം നഷ്ടപ്പെടുത്താതെ, കൃപ നഷ്ടപ്പെടുത്താതെ നീ നിൽക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്റെ അവകാശത്തിന്മേൽ ആധിപത്യം സ്ഥാപിച്ചു നിൽക്കുന്ന, നിന്റെ വാഗ്ദത്തത്തിന്മേൽ ആധിപത്യം സ്ഥാപിച്ചു നിൽക്കുന്ന, നിനക്കുള്ള ദൂതിന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു നിൽക്കുന്ന ഏത് ദുർവ്യാപാരത്തെയും ജയിക്കുവാൻ നിനക്ക് കഴിയുമെന്ന് ഇന്ന് മകൻ ആത്മാവ് ദൂത് പറയുകയോ. ഓ രാജാ ശൈഡ പ്രൗഢ അധികാരമുള്ള യേശുവിന്റെ നാമത്തിലാ, യേശുവിന്റെ നാമത്തിലാ. കാലേബ് പറയുക, മോശ എന്നോട് സംസാരിച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. എന്തിനു വേണ്ട? കയറുവാനും ഇറങ്ങുവാനും പടവെട്ടുവാനും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെയൊക്കെ അവകാശങ്ങളിൽ മേൽ വാദിച്ചു നിൽക്കുന്ന ചില വ്യാപാരങ്ങൾ, ദേശത്തിൻ്റെ പോരുകൾ, ജഡത്തിൻ്റെ പോരുകൾ, തലമുറയുടെ നന്മയെ തടയുന്ന ചില പോരുകൾ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ആരോഗ്യത്തെ ബലഹീനമാക്കുന്ന ചില പോരുകൾ എല്ലാം ഉണ്ടെങ്കിലും സന്തോഷത്തെ നശിപ്പിക്കുന്ന ചില പോരുകൾ, സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ പുറമേ കാണുമ്പോൾ ഒരു കുഴപ്പമില്ലെങ്കിലും രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങാൻ കഴിയാതെ നീ ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുടെ നടുവില നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ ഇന്ന് പകലിൽ യേശു ശക്തിയുള്ള ദൈവമാ. യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ച ദൈവകൃപയോടെ, പ്രാപിച്ച അഭിഷേകത്തോടെ ഇന്ന് പകൽ അല്പസമയം ദൈവത്തെ ഒന്ന് ആരാധിക്കുക, ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ചില വ്യാപാരങ്ങൾ നിന്നെ വിട്ട് മാറട്ടെ, ചില വ്യാപാരങ്ങൾ കുടുംബങ്ങളെ വിട്ട് മാറട്ടെ. ഓ ബല 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 ചൗഡവ അധികാര ബല റിഗലകരാദല അസ്താരാ ബ ബ ബ ബ ബ ബ. യെസ്. ഉടബന റിഗലക രഗദല ശൈഡവ അധികാര ബൗഡവ റിഗലക രഗദല സൈദര. യെസ്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ കൃപയിൽ നിൽക്കുന്നവനെ, അഭിഷേകമുള്ളവനെ, ആമേ വിശ്വാസത്തിൽ നിൽക്കുന്നവനെ സൂക്ഷിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ കാലേബ് പറയുക, എനിക്ക് അന്നത്തെ പോലെ ഇന്നും ബലമാണ്. ഞാൻ പ്രാപിച്ച അഭിഷേകം ഒട്ടും ചോർത്തിക്കളഞ്ഞിട്ടില്ല. എൻ്റെ മേൽ പകരപ്പെട്ട വിശ്വാസം ഒട്ടും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല.
എൻ്റെ ആരാധന ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ പ്രാർത്ഥന ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. എത്ര പേർക്ക് ഇന്ന് ഉറപ്പോടെ പറയാൻ കഴിയും? കഴിഞ്ഞ കാലങ്ങളിലെ പ്രാർത്ഥന കുറയാതെ, കഴിഞ്ഞ കാലങ്ങളിലെ ദൈവസന്നിധിയുള്ള ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥന കുറയാതെ ഇന്നും ആ പ്രാർത്ഥനയിൽ നിലനിൽക്കുന്ന എത്ര പേരുണ്ട്? എവിടെയെങ്കിലും പ്രാർത്ഥനയിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ മടക്കി പ്രാപിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഇടയാകട്ടെ. ആമേ. കഴിഞ്ഞ കാലങ്ങളിലെ വിശ്വാസത്തിൽ എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ മടക്കി പ്രാപിക്കുവാൻ ഇടയായി തീരട്ടെ. കഴിഞ്ഞ കാലങ്ങളിലെ ആത്മീയ ആരാധനയിൽ എവിടെയെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മടക്കി പ്രാപിക്കുവാൻ ഇടയായി തീരട്ടെ. വാഗ്ദത്ത കനാനിലേക്ക് യാത്ര ചെയ്യുന്ന ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ വാഗ്ദത്ത കനാനിൽ വാഗ്ദത്ത നിവൃത്തിയിൽ എത്തുന്നതിന് തടസ്സമായി ഒരു യോർദാൻ നിൽക്കുമ്പോൾ, യോർദാന്റെ പ്രത്യേകത എന്തുവാ? ഇത് മരണ യോർദാൻ എന്നാ പറയുന്നേ. കൊയ്ത്തുകാലമൊക്കെ കരകവിഞ്ഞൊഴുകുന്ന യോർദാനാ. യോർദാന്റെ മുമ്പിൽ ജനം പകച്ചു നിൽക്കുമ്പോ ഇവിടെ വരെ വന്നു ദൈവമേ, ഇനി അപ്പുറം എങ്ങനെ കടക്കുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് പകച്ചു നിൽക്കുമ്പോ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാ, ആമേ, ഇതുവരെ എങ്ങനെയൊക്കെയോ വന്നു, ആമേ, ഈ വിഷയത്തെ എങ്ങനെ നേരിടും, ഈ വിഷയത്തെ എങ്ങനെ ജയിക്കൂ എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിത്വത്തോട് ദൈവാത്മാവ് ദൂത് പറയുക. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്റെ കാല് ആമേ യോർദാനിലെ വെള്ളത്തിനകത്ത് ഒന്ന് ചവിട്ടുമ്പോൾ മുട്ടുമ്പോൾ യോർദാൻ വിഭാഗിക്കപ്പെടും. ദൈവത്തിന്റെ പെട്ടകം ചുമക്കുന്ന, പരിശുദ്ധാത്മാവിനെ ചുമക്കുന്ന, ആത്മസാന്നിധ്യം അനുഭവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ കാല് പ്രശ്നത്തിൽ വെക്കുമ്പോ, നിന്റെ കാല് പ്രതിസന്ധിയുടെ മേൽ വെക്കുമ്പോൾ നിനക്ക് വിരോധമായി നിൽക്കുന്ന ആ യോർദാൻ വിഭാഗിക്കപ്പെടും. ഓ ഓ അഭിഷേകത്തിന്റെ മുമ്പിൽ ഒരു യോർദാന് നിൽക്കാൻ കഴിയത്തില്ല. ദൈവകൃപയുടെ മുമ്പിൽ ഒരു യോർദാന് നിൽക്കാൻ കഴിയത്തില്ല. ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ ഒരു യോർദാന് നിൽക്കാൻ കഴിയത്തില്ല. ഓ ഓ റമാനോ ശബബബ യുബ റിബല ബല ബല ദുരബബബബബ ദിയാറബലബ ഉടഗമന ഉടാരി ബഖരാദന. Yes. 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 പെട്ടകം ചുമന്ന പുരോഹിതന്റെ കാല് വെള്ളത്തിനകത്ത് മുങ്ങിയപ്പോ യോർദാൻ എന്ത് ചെയ്തു? വിഭാഗിക്കപ്പെട്ടു. ഉണങ്ങിയ നിലത്തൂടെ എന്ന പോലെ ജനം അക്കരെ കടന്നു. ജനം അക്കരെ ചെല്ലുന്നത് വരെ പുരോഹിതൻ ഇവിടെ ഉറച്ചു നിൽക്കുക. വേദപുസ്തകം നിങ്ങൾ പഠിക്കുമ്പോ പുരോഹിതന്റെ കാല് അവൻ വെള്ളത്തിൽ യോർദാനിൽ ഉറച്ചു നിൽക്കണം. എപ്പോ വരിക? ജനം അക്കരെ കടക്കുന്നത് വരെ അല്ല, കടന്നതിന് ശേഷം അവിടെ നിന്ന് ചിലരെ തെരഞ്ഞെടുത്ത് ഈ യോർദാനിൽ മടക്കി അയച്ച് ഇവിടെ നിന്ന് കല്ല് പറക്കി അപ്പുറത്ത് കൊണ്ടുപോയി നാട്ടുന്നത് വരെ പെട്ടകം ചുമന്ന പുരോഹിതന്റെ കാല് യോർദാനിൽ ഉറച്ചു നിൽക്കണം. ഇന്ന് പകൽ ആത്മാവിൽ ദൂത് പറയാ, ചിലരുടെ കാല്, ചിലരുടെ പ്രാർത്ഥന, ചിലരുടെ ദർശനം, ചിലരുടെ വെളിപ്പാട്, ചിലർ ഇടവിൽ നിന്നത് കൊണ്ട് ഞാനും നിങ്ങളും ചില നന്മ പ്രാപിച്ചത്, ചില വിടുതൽ പ്രാപിച്ചത് നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല. ചില വിശുദ്ധന്മാർ, ചില വിശുദ്ധമതികൾ നമുക്ക് വേണ്ടി ഇടിവിൽ നിന്നത് കൊണ്ട്. അർദ്ധനാധികാര ഘടകസി ചില നന്മ പ്രാപിക്കുമ്പോൾ ഓർത്തോണോ, ഇതിന്റെ പിറകിൽ കരഞ്ഞ ചിലരുണ്ട്, ഇതിന്റെ പിറകിൽ ഉപവസിച്ച ചിലരുണ്ട്, ഇതിന്റെ പിറകിൽ മധ്യസ്ഥ അണച്ച ചിലരുണ്ട്. ഇന്ന് പകലിൽ ഓർത്തോണോ, നീ ചില യോർദാനെ കടന്നു പോകുമ്പോൾ ഓർത്തോ, ഇതിന്റെ പിമ്പിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഇടിവിൽ നിന്ന ചിലരുണ്ട്. എല്ലാരും പെട്ടകം ചുമന്നാൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമോ? ഇല്ല കേട്ടോ. ആമേൻ. രാജാവായ ദാവീദിന് ഒരിക്കൽ തോന്നി, പെട്ടകം അബീനാദോബിന്റെ വീട്ടിലിരിക്കുക,
ആ പെട്ടകത്തെ എങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടിലൊന്ന് കൊണ്ടുവരണം, നല്ലൊരാഗ്രഹമാണ്. അതിന് ദാവീദ് എന്താ ചെയ്തതെന്നറിയാമോ? വിരുതന്മാരെ, നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1 തൊട്ടുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്നു സകല വിരുദ്ധന്മാരുമായി 30,000 പേരെ കൂട്ടിവരുത്തി. സകല വിരുദ്ധന്മാരുമായി 30,000 പേരെ കൂട്ടിവരുത്തി. 30,000 പേരെ കൂട്ടിവരുത്തി. ഒന്ന് ശ്രദ്ധിച്ചോ, പെട്ടകം എടുക്കാൻ പോകുന്നത് എത്ര പേരാ? 30,000 പേര്. ആരാ പോന്നേ? വിരുദ്ധന്മാരെയാ. അപ്പൊ ഇങ്ങനെ കൂടി നിന്നപ്പോ പോയി പെട്ടകം എടുക്കാൻ പോണം. നാട്ട് ആരെ കൊണ്ടുപോകണം? പിന്നെ അതിന് ഇച്ചിരി ആരോഗ്യമുള്ളവരെയൊക്കെ, സ്വത്രം, ചില കഴിവുള്ളവരെ, ചില പ്രാപ്തിയുള്ളവരെ, വിദ്യാഭ്യാസമുള്ളവരെ ഒക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് 30,000 വിരുദ്ധന്മാരെ. ഒരു കാര്യം ഓർത്തോണം, ദൈവസഭയ്ക്ക് വേണ്ടുന്നത് വിരുദ്ധനെയല്ല, വിശുദ്ധനെയാ. വിരുദ്ധന്മാരെ അല്ല ദൈവത്തിന് വേണ്ടത്, വിശുദ്ധന്മാരെയാ വേണ്ടിയത്. പ്രൈസലോ. അപ്പൊ 30,000 വിരുദ്ധന്മാരെയും കൂടെ കൊണ്ടുപോയി. അപ്പൊ അടുത്ത ആലോചന, എങ്ങനെ ഇത് കൊണ്ടുവരും? ഉടനെ ഒരു വിരുദ്ധം പറഞ്ഞു, ഫെലിസ്ത്യര് കാളവണ്ടിയിലല്ലയോ കൊണ്ടുവന്നേ, നമുക്കും കാളവണ്ടിയില്. ഫെലിസ്ത്യര് കറവയുള്ള പശുവിനെ കൊണ്ട് ഇതിനെ വലിപ്പിച്ച, നമുക്ക് ഇച്ചിരൂടെ ഗമേല് കാളയും കൊണ്ട് വലിപ്പിക്കാം, പശുവിനെ കാട്ടി ഇച്ചിലൂടെ. സ്തോത്രം. അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അബീനാദോബിന്റെ പിള്ളേർ 2 പേരാ ഇത് വണ്ടി തെളിക്കുന്നത്. അന്നേരം പുരോഹിതന്മാർ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അഭിനോദൻ്റെ പിള്ളേരിങ്ങനെ പറഞ്ഞു കാണും, വേദോത്സവത്തിൽ പറഞ്ഞു കാണും, ഞങ്ങളുടെ വീട്ടിലെ കഴിഞ്ഞ് 20 കൊല്ലമായിട്ടിരുന്ന് ഞങ്ങളാണ് ഇതിന് നോക്കിയത്, അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇതിൻ്റെ മുമ്പിൽ സന്തോഷം. കുറെ യാത്ര ചെയ്ത് മുമ്പോട്ട് വന്നപ്പോൾ കാള വിരണ്ടു. പെട്ടകം മറിഞ്ഞു വീഴാതിരിക്കാൻ ഉസ കൈനീട്ടി. ക്ഷണത്തിലവൻ മരിച്ചു. സ്തോത്രം. വിരുദ്ധന്മാർ കൊണ്ടുവന്ന പെട്ടകം യഥാസ്ഥാനത്ത് വന്നില്ല, ആഗ്രഹിച്ചിടത്ത് വന്നില്ല. ദാവീദ് ഭയപ്പെട്ടു. ഇനി എവിടെ പെട്ടകം വയ്ക്കുമെന്ന് ആലോചിച്ചപ്പോൾ ഓബേദ് ഏദോമിൻ്റെ വീട്ടിൽ കൊണ്ട് പെട്ടകം വെച്ചു. 3 മാസം അവിടെ ഇരുന്നു. 3 മാസം അവിടെ ഇരുന്ന സമയത്ത്, സ്തോത്രം, ദാവീദ് ഒരു കാര്യം ചെയ്തു. ഈ പെട്ടകം ചരിയാനും ഉസ മരണപ്പെടാനുമുള്ള കാരണം എന്താണെന്ന് ചിന്തിച്ചു. ഇന്ന് പകലിൽ ഓർത്തോണം, ചില പരാജയങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ കുത്തിയിരുന്ന് ചിന്തിച്ചോണം കാരണം എന്താന്ന്. ചില തകർച്ചകൾ ഉണ്ടാകുമ്പോൾ ഇരുന്ന് ചിന്തിച്ചോണം കാരണം എന്താന്ന്. ദാവീദ് കുത്തിയിരുന്നങ്ങ് ചിന്തിച്ചു, ഉസ ഛേദിക്കപ്പെടാനുള്ള കാരണം എന്താ, പെട്ടകം കൊണ്ടുവരാതിരിക്കാനുള്ള കാരണം എന്താ. അവൻ കുത്തിയിരുന്ന് ചിന്തിച്ചപ്പോൾ, വചനം വായിച്ചപ്പോൾ, ന്യായപ്രമാണ പുസ്തകം വായിച്ചപ്പോൾ അതിൻ്റെ കാരണം ദാവീദിന് പിടികിട്ടി. വായിക്കാം. 1 ദിനവൃത്താന്ത പുസ്തകം 15-ാം അധ്യായം 2-ാം വാക്യവും 13-ാം വാക്യവും. അന്ന് ദാവീദ് ലേവ്യരല്ലാതെ ആരും ദൈവത്തിന്റെ പെട്ടകം ചുമക്കേണ്ടതല്ല. അവരെയല്ലോ ദൈവത്തിന്റെ പെട്ടകം ചുമക്കാൻ തനിക്ക് എന്നും ശുശ്രൂഷ ചെയ്യാനും യഹോവ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് ബോധിച്ചവർക്കൊക്കെ ചുമക്കാനുള്ളതല്ല, വിരുദ്ധന്മാർക്ക് ചുമക്കാനുള്ളതല്ല. ഇത് ചുമക്കാൻ ദൈവം ചിലരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പത്രോസ് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് അധികം ഉറപ്പാക്കിക്കോണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ എല്ലാം ദൈവം വിളിച്ചതാ, നമ്മളെ എല്ലാം ദൈവം തിരഞ്ഞെടുത്തതാ. പക്ഷെ എന്തിനു വേണ്ടിയാണെന്നൊന്ന് ശോധന ചെയ്യണം. സ്വത്രം.
പ്രസംഗിക്കാൻ വിളിച്ചവൻ പ്രസംഗിക്കട്ടെ, പ്രാർത്ഥിക്കാൻ വിളിച്ചവൻ പ്രാർത്ഥിക്കട്ടെ, ആരാധിക്കാൻ വിളിക്കപ്പെട്ടവൻ ആരാധിക്കട്ടെ, ഉപവസിക്കാൻ വിളിക്കപ്പെട്ടവൻ ഉപവസിക്കട്ടെ, സാമ്പത്തികം ചെലവിടാൻ വിളിക്കപ്പെട്ടവൻ സാമ്പത്തികം ചെലവിടട്ടെ. ആമേൻ. എല്ലാ കാര്യങ്ങൾക്കും അതാതിന് വിളിക്കപ്പെട്ടവൻ അതാത് ചെയ്യണം. സ്തോത്രം. ഞാൻ നമ്മുടെ പുതുപ്പള്ളി സഭയിൽ ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ കാനമച്ചനും ബാങ്കവറാച്ചാനും എമോയിലിയാസ് പാസ്റ്ററും അങ്ങനെ 5-6 പ്രമുഖന്മാർ നിരന്നിരിക്കുന്ന വേദിയിൽ 3 വർഷം ആ സഭയെ ശുശ്രൂഷിപ്പാനിടയായി. ഞാൻ അവിടെ ചെന്ന ആദ്യ ആഴ്ച അവിടുത്തെ 2 സഹോദരന്മാർ വന്നേച്ച് എന്നോട് പറഞ്ഞു, പാസ്റ്റേ, ഞങ്ങൾ വലിയ ആത്മീയരൊന്നും അല്ല, ഞങ്ങൾ ഇവിടുത്തെ പുറം പണിക്കാരാ, സെക്രട്ടറിയും ട്രഷററും കൂടെ വന്നേ എന്ന് പറഞ്ഞാൽ ഇവരെ വിശുദ്ധന്മാരല്ലെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവരെ ആരാധിക്കുന്നവരാ, പ്രാർത്ഥിക്കുന്നവരാ, വിശുദ്ധ ജീവിതം നയിക്കുന്നവരാ. പക്ഷേ സഭയുടെ ഏത് കാര്യത്തിനും ശരീരം കൊണ്ട് അധ്വാനിക്കാൻ, ഓടാൻ ഇവർ തയ്യാറാ. അപ്പം അവർക്ക് ആ ഒരു കാഴ്ചപ്പാടുണ്ട്, എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടി ഓടാനാ, ഇതിനു വേണ്ടി അധ്വാനിക്കാനാ. ഇന്ന് പകലിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ചിന്ത എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള എത്ര പേരുണ്ട്? സ്തോത്രം. അപ്പം ലേവ്യരല്ലാതെ മറ്റാരും സമയം ഒത്തിരി മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ആമേൻ. ഇതേൽ എടുക്കണ്ടെന്ന് പറഞ്ഞ് 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആദിയിൽ നിങ്ങൾ തന്നെ അത് ചെയ്യായിക കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദം ഉണ്ടാക്കി. നോക്കിക്കേ, എന്തുകൊണ്ടാ മരണം സംഭവിച്ചത്? എന്തുകൊണ്ടാ ഉസ മരിച്ചത്? ദാവീദ് പറയാ, ആദിയെങ്കിൽ നിങ്ങൾ തന്നെ അത് ചെയ്യാഞ്ഞത് കൊണ്ട്. ലേവ്യൻ ചെയ്യേണ്ടത് ലേവ്യൻ ചെയ്യണം, പുരോഹിതൻ ചെയ്യേണ്ടത് പുരോഹിതൻ ചെയ്യണം. അത് ചെയ്യാതെ ഈ പെട്ടകം എങ്ങനെ ചുമക്കേണ്ടത്? തോളത്ത് വെച്ചുകൊണ്ട് വരേണ്ടതാ. പക്ഷെ ഇപ്പൊ എവിടെ ഇരിക്കുന്നേ? കാളവണ്ടിയല്ല. ഇന്ന് പകലിൽ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ദൈവത്തിൻ്റെ വചനം എവിടെ ഇരിപ്പുണ്ട്? നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരു കാര്യം ഞാൻ പറയാം, ഈ പുസ്തകത്തിന് വലിയ ശക്തിയൊന്നും ഇല്ല കേട്ടോ. ഇതിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾക്കല്ല ശക്തി, ഇത് അകത്ത് പ്രമാണിക്കുമ്പോഴാ, ഇത് നമ്മുടെ അകത്ത് ക്രിയ ചെയ്യുമ്പോഴാ. ഇത് അകത്ത് ക്രിയ ചെയ്യാതെ കൈ കൊണ്ട് നടന്നിട്ട് ഒരു ഗുണവുമില്ല. ഈ ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കുമ്പോൾ, ഇതിന് ഹൃദയത്തിനകത്ത് പ്രവർത്തിപ്പാൻ ഇടം കൊടുക്കുമ്പോൾ, ഇതിനനുസരിച്ച് ജീവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുമ്പോഴാ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ പ്രവർത്തിപ്പാനിടയായി തീരുന്നത്. സ്വന്തം ലേവ്യന്റെ ചുമലിൽ ഇരിക്കേണ്ടത് ഇപ്പൊ എവിടെ ഇരിക്കുക? കാളവണ്ടി പുറത്തിരിക്കുക. ഇന്ന് പകലിൽ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവചനത്തിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം എവിടെയാ? ആരാധനയ്ക്ക് കൊടുത്ത സ്ഥാനം എവിടെയാ? പ്രാർത്ഥനയ്ക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം എവിടെയാ? പരിശുദ്ധാത്മാവിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം എവിടെയാ? ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു ആരാധന, ഒരു ജീവിതം നമ്മൾ നയിക്കാൻ തയ്യാറാകുമെങ്കിൽ പെട്ടകം നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കും. പെട്ടകം നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കും. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ ആമേൻ വേദഭാഗം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 1 തൊട്ട് 12 വരെയുള്ള വേദഭാഗങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. അതിനകത്ത് എഴുതിയിരിക്കുന്നത് എൻ്റെ ആദ്യ ഭാഗങ്ങളൊന്ന് വായിച്ചാട്ടെ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മിക ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മിക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മിക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എല്ലാവരും കുടിച്ചത് ഒന്നിൽ നിന്ന്. എല്ലാവരും യാത്ര ചെയ്തപ്പോൾ മേഘത്തിന് കീഴെ, എല്ലാവരും യാത്ര ചെയ്തത് സമുദ്രത്തിലൂടെ. വ്യത്യാസമൊന്നുമില്ല. താഴോട്ട് വായിക്കുമ്പോ ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവർ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇന്ന് പകലിൽ ഓർത്തോണം, ഒരുമിച്ച് ഒരുപോലെ സ്നാനപ്പെട്ട, ഒരുപോലെ ആരാധിക്കുന്ന,
ഒരുപോലെ കർത്തൃമേശ എടുക്കുന്ന, ഒരുപോലെ പ്രാർത്ഥിക്കുന്ന നമ്മളിൽ എത്ര പേരിൽ ദൈവത്തിന് പ്രസാദമുണ്ടാകും? സ്തോത്രം. അവരെല്ലാവരും ഒരേ സമുദ്രത്തിലൂടെ കടന്നവരാ, ഒരേ മേഘത്തിൻ്റെ കീഴിലൂടെ കടന്നവരാ, ഒരേ ആത്മീയാഹാരം കഴിച്ചവരാ, ഒരേ ആത്മീയ പാനീയം കുടിച്ചവരാ. എന്നാൽ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. പ്രസാദിക്കാതിരിക്കാനുള്ള കാരണം എന്താ? താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നു. 1, ദുർമോഹം. 2, പരസംഗം. 3, ദൈവത്തെ പരീക്ഷിച്ചു. 4, പിറുപിറുപ്പ്. ഈ 4 കാര്യം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ 4 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതുകൊണ്ട് ഈ 4 കാര്യം ചെയ്തവരിലും ദൈവം പ്രസാദിച്ചില്ല. അവർ മരുഭൂമിയിൽ പട്ടുപോയി. ഇറങ്ങിത്തിരിച്ച ലക്ഷ്യത്തിലെത്തിയത് 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള 2 പേരാ. ഇന്ന് പകലിൽ ഈ ആലയത്തിനകത്ത് ഇത്രയും ദൈവജനം ഇരിപ്പുണ്ട്. ഞാൻ ഉൾപ്പെടെ ഇത്രയും പേര് ഇതിനകത്തിരിക്കുക. എന്നാൽ ആ ലക്ഷ്യത്തിൽ എത്ര പേരെത്തുവാനിടയായി തീരും? ഇന്ന് പകലിൽ ഞാനും നിങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കാര്യമോ, എൻ്റെ അപ്പ, എൻ്റെ ഓട്ടവും അധ്വാനവും വൃഥാവായി പോകരുത്. ഞാൻ ഇറങ്ങി തിരിച്ചത് വൃഥാവായി തീരരുത്. ഞാൻ രക്ഷിക്കപ്പെട്ടത് വൃഥാവായി തീരരുത്. ഞാൻ സ്നാനപ്പെട്ടത് വൃഥാവായി തീരരുത്. ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവസഭയ്ക്ക് കൈത്താങ്ങലായി നിൽക്കുന്നത് വൃഥാവായി തീരരുത്. അങ്ങയുടെ നാളിൽ എടുക്കപ്പെടുവാൻ എനിക്കൊരു കൃപ തരണമെന്ന് നമുക്ക് ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുമോ? 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 3 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ, ഇസ്രായേൽ ജനത്തിൻ്റെ വാഗ്ദത്ത നിവർത്തിക്ക് തടസ്സമായി എരിഹോ ഉണ്ടായിരുന്നു, യോർദാൻ ഉണ്ടായിരുന്നു, ചെങ്കടലുണ്ടായിരുന്നു. ശക്തന്മാരായ രാജാക്കന്മാരായ ഓഹോനും സീഹോനും ഓഗും ഉണ്ടായിരുന്നു. അങ്ങനെ മാനുഷിക ശക്തികളും പ്രകൃതി ശക്തികളും ഒക്കെ വിരോധമായി നിന്നെങ്കിൽ അതിനെയെല്ലാം ജയിച്ചത് ജഡികമായിട്ടല്ല. സ്തോത്രം. പൗലോസ് പറഞ്ഞ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളതാ. സ്തോത്രം. അടുത്ത ഭാഗം വായിക്കുമ്പോ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും അപ്പൊ നോക്കണം, വാഗ്ദത്വത്തിന്റെ നിവർത്തിയിൽ എത്തുന്നതിന് തടസ്സം പിശാചല്ല. ദൈവം ഒരുക്കിയ ഭവനത്തിൽ എത്തുന്നതിന് തടസ്സം പിശാചല്ല. നമ്മുടെ ചില സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ ഇന്ന് മതി. ഇന്ന് പകലിന്റെ പ്രിയപ്പെട്ടവരെ, ആ നിത്യരാജ്യത്തിലെത്തുന്നതിന് തടസ്സമായി നമ്മുടെ ചിന്ത, നമ്മുടെ ഭാവങ്ങൾ, നമ്മുടേതായ സംസാരം, നമ്മുടെ ആഗ്രഹങ്ങൾ, കൊടുക്കവാങ്ങലുകൾ, ബന്ധങ്ങൾ, ഇടപാടുകൾ എന്തെങ്കിലും ആ നിത്യരാജ്യത്ത് ചെല്ലുന്ന തടസ്സമായിട്ടുണ്ടെങ്കിൽ, ആ മനോഹര ദേശത്ത് ചെല്ലുന്നതിന് തടസ്സമായിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ അതിനെല്ലാം പിടിച്ചൊതുക്കി പ്രൈസലോ അതിനോടെല്ലാം പോരാടി അതിനെ ജയിച്ച് അക്കരെ നാട്ടിലെത്തുവാൻ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഭവനത്തിലെത്തി കർത്താവിനെ ആരാധിപ്പാൻ. ഇന്ന് നമ്മൾ വിശ്വാസത്താൽ ആരാധിക്കുന്നെങ്കിൽ മുഖം കൊണ്ടൊന്ന് ആരാധിക്കുവാൻ. സ്തോത്രം. ആമേൻ. ക്രൂശിക്കപ്പെട്ട ഒരു യേശുവിനെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ്
തേജോരൂപിയായി പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ കണ്ട ആ തേജസ് വാരി ചുറ്റിയ യേശുവിനെ മുഖാമുഖമൊന്ന് കണ്ട് ആരാധിപ്പാൻ, ആ യേശു ഇരിക്കുന്നിടത്തൊന്നിരിക്കുവാൻ വാഞ്ചയുള്ള ദൈവജനം ഇന്ന് പകൽ തങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് ആ സ്വർഗരാജ്യത്തിലെത്തുന്ന തടസ്സമായി എൻ്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ എന്തെങ്കിലും ബലഹീനതകൾ, എന്തെങ്കിലും കുറവുകൾ, എന്തെങ്കിലും പാപങ്ങൾ ഇന്ന് പകൽക്കാലം ശേഷിക്കുന്നെങ്കിൽ അതിനെയെല്ലാം കർത്താവ് നമ്മളിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിച്ച് നമ്മളെ രക്തം കൊണ്ട് കഴുകി ആമേ ശുദ്ധീകരിച്ച് ആ നിത്യരാജ്യത്തിന് അവകാശികളാക്കി നമ്മളെ തീർക്കേണ്ടതിന് ഇന്ന് പകലിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാട്ടെ. എല്ലാ ഹൃദയങ്ങളും ദൈവത്തിലേക്ക് ആഗ്രഹമാകട്ടെ. എല്ലാ തലങ്ങളും അല്പസമയം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കട്ടെ. എല്ലാ നാവും അല്പസമയം ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് പകലിൽ ഒരു അത്ഭുതം നമ്മൾ നടക്കട്ടെ. ആമേ, അടഞ്ഞ ചില ആത്മീയ വഴികൾ തുറക്കപ്പെടട്ടെ. അടഞ്ഞ ചില ആത്മീയ നന്മകൾ തുറക്കപ്പെട്ടു വരട്ടെ. ഇന്ന് പകൽ ദൈവത്തിന് കൊള്ളാകുന്നവരായി എൻ്റെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തി മുൻപോട്ട് ജീവിപ്പാൻ സ്വർഗം നമ്മളെ സഹായിക്കേണ്ടതിന് ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. യേശുവിന്റെ അടിസ്ഥാനം ആശ്രയം അവനിലത്രേ, അവനെ വഴി നടത്തും അലയായ മരുഭൂമിയിൽ, അവനെ വഴി നടത്തും അലയായ മരുഭൂമിയിൽ. യേശുവിന്റെ അടിസ്ഥാനം ആശ്രയം അവനിലത്രേ, അവനെ വഴി നടത്തും അലയായ മരുഭൂമിയിൽ, അവനെ വഴി നടത്തും അലയായ മരുഭൂമിയിൽ. എന്റെ ദേശം ഇവിടെയല്ല, ഈ ലോകം ശാശ്വതമല്ല, എനിക്കായിട്ട് യേശുനായകൻ ഒരുക്കുന്നുണ്ടൊരു ഭവനം, എനിക്കായിട്ട് യേശുനായകൻ ഒരുക്കുന്നുണ്ടൊരു ഭവനം. യേശുവിന്റെ അടിസ്ഥാനം ആശ്രയം അവനിലത്രേ, അവനെ വഴി നടത്തും അലയായ മരുഭൂമിയിൽ, അവനെ വഴി നടത്തും അലയായ മരുഭൂമിയിൽ. എന്റെ പ്രിയൻ അതിസുന്ദരൻ, 10,000 എന്റെ പ്രിയൻ അതിസുന്ദരൻ, 10,000 ലാസറിനെ ഉയർപ്പിച്ചവൻ, പാപികളെ വീണ്ടെടുത്തവൻ, ലാസറിനെ ഉയർപ്പിച്ചവൻ, പാപികളെ വീണ്ടെടുത്തവൻ. യേശുവിന്റെ അടിസ്ഥാനം ആശ്രയം അവനിലത്രേ, അവനെ വഴി നടത്തും അലയായ മരുഭൂമിയിൽ, അലയനെ വഴി നടത്തും അലയായ മരുഭൂമിയിൽ. എന്റെ പ്രിയൻ വാനിൽ വരാറാ, കാഹളങ്ങൾ മുഴങ്ങിടാറാ, എന്റെ പ്രിയൻ വാനിൽ വരാറാ, കാഹളങ്ങൾ മുഴങ്ങിടാറാ. സോദരരെ ഉണർന്നിടുവിൻ, ഉയർത്തുവിൻ ജയക്കൊടികൾ, സോദരരെ ഉയർന്നിടുവിൻ, ഉയർത്തുവിൻ ജയക്കൊടികൾ. ആശ്രയം അവനിലത്രേ, യേശുവിന്റെ അടിസ്ഥാനം ആശ്രയം അവനിലത്രേ, അവനെ വഴി നടത്തും അലയായ മരുഭൂമിയിൽ, അവനെ വഴി നടത്തും അലയായ മരുഭൂമിയിൽ. കാത്തിരിക്കും വിശുദ്ധരെല്ലാം കഴുകനെ പോലെ ഗമിക്കും, കാത്തിരിക്കും വിശുദ്ധരെല്ലാം കഴുകനെ പോലെ ഗമിക്കും. മധ്യാകാശവാണിയാണെങ്കിൽ കാന്തന്മാരേടി കഴിയുവാ, മധ്യാകാശവാണിയാണെങ്കിൽ കാന്തന്മാരേടി കഴിക്കും. യേശുവിന്റെ അടിസ്ഥാനം ആശ്രയം അവനിലത്രേ,
യേശുവിന്റെ അടിസ്ഥാനം ആശ്രയമവനിലത്രേ അവനെ വഴി നടത്തും അലയാൽ മരുഭൂമിയിൽ അവനെ വഴി നടത്തും അലയാൽ മരുഭൂമിയിൽ ഈ ലോകം ശാശ്വതമല്ല ഈ ലോകം ശാശ്വതമല്ല എനിക്കായി യേശുനായകൻ ഒരു ഭവൻ എനിക്കായി യേശുനായകൻ ഒരു ഭവൻ യേശുവിന്റെ അടിസ്ഥാനം ആശ്രയമവനിലത്രേ യേശുവിന്റെ അടിസ്ഥാനം ആശ്രയമവനിലത്രേ അവനെ വഴി നടത്തും അറിയാതെ മരുഭൂമിയിൽ അവനെ വഴി നടത്തും അറിയാതെ മരുഭൂമിയിൽ അവനെ വഴി നടത്തും അറിയാതെ മരുഭൂമിയിൽ അവനെ വഴി നടത്തും അറിയാതെ നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ.